ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം 5ാം ദശകം, വിരാട് പുരുഷോത്പത്തി. 7ാം ശ്ലോകം. ഭൂമന്മാനസ ബുദ്ധ്യഹങ്കൃതമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത്. ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസാംശാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോ ജനിത്വദ്ബലാത്. അല്ലയോ സർവവ്യാപിയും സർവശക്തനുമായ ഭഗവാനെ, അവിടുത്തെ പ്രേരണ മൂലം സത്വാംശരൂപമായ വൈകാരിക അഹങ്കാരം തന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയോട് ബന്ധപ്പെട്ട ചിത്തം എന്നു പേരായ വൃത്തിയോട് ചേർന്ന് അന്ധഃകരണത്തെയും സൃഷ്ടിച്ചു. രാജസാഹങ്കാരമായ തൈജസത്തിൽ നിന്നും 10 ഇന്ദ്രിയങ്ങൾ ചേർന്ന ഗണമുണ്ടായി. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുത്തെ പ്രേരണ മൂലം പിന്നീട് താമസാഹങ്കാരത്തിൽ നിന്നും ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമായ ശബ്ദവും സൃഷ്ടിക്കപ്പെട്ടു. 8ാം ശ്ലോകം. ശബ്ദാദ്വ്യോമ തത സസർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹീ. ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാത്. അല്ലയോ സർവശക്തനായ ഗുരുവായൂരപ്പ, അങ്ങ് ശബ്ദത്തിൽ നിന്നും ആകാശത്തെയും ആകാശത്തിൽ നിന്നും സ്പർശത്തെയും സ്പർശത്തിൽ നിന്നും വായുവിനെയും വായുവിൽ നിന്നും രൂപത്തെയും രൂപത്തിൽ നിന്ന് തേജസ്സിനെയും ശേഷം തേജസ്സിൽ നിന്നും രസത്തെയും രസത്തിൽ നിന്നും ജലത്തെയും അതിനുശേഷം ജലത്തിൽ നിന്നും ഗന്ധത്തെയും പിന്നീട് ഗന്ധത്തിൽ നിന്നും ഭൂമിയെയും സൃഷ്ടിച്ചു. ഭഗവാനായ മാധവ, ഇങ്ങനെ മുമ്പേ ഉണ്ടായവയെ കൂട്ടിച്ചേർത്ത് ആദ്യമുണ്ടായ ധർമ്മങ്ങളോടുകൂടിയ ഈ ഭൂതസമൂഹത്തെ താമസ അഹങ്കാരത്തിൽ നിന്നും അവിടുന്ന് തന്നെ പ്രകാശിപ്പിച്ചു. 9ാം ശ്ലോകം. യേതേ ഭൂതഗണാസ്തഥേന്ദ്രിയഗണാ ദേവാശ്ച ജാതാഃ പൃഥങ് നോശേകുർഭുവനാണ്ഡനിർമ്മിതിവിധൗ ദേവൈരമീഭിസ്തദാ ത്വം നാനാവിധ സൂക്തിഭിർനുതഗണസ്തത്വാന്യമൂന്യാവിശൻ ചേഷ്ടാശക്തിമുദീര്യ താനി ഘടയൻ ഹൈരണ്യമണ്ഡം വ്യഥാ. ഈ പഞ്ചഭൂതഗണങ്ങളും ഇന്ദ്രിയഗണങ്ങളും ദേവതകളും വേറെ വേറെ ഉണ്ടായവയായതിനാൽ ബ്രഹ്മാണ്ഡ നിർമ്മാണത്തിന് അവ ശക്തരായി തീർന്നില്ല. അപ്പോൾ ഈ ദേവതകളുടെ പലവിധ സൂക്തികളാൽ സ്തുതിക്കപ്പെട്ട ഗുണങ്ങളോടു കൂടിയവനായ അവിടുന്ന് ഈ മഹത്തത്വങ്ങളിൽ പ്രവേശിച്ച് അവയിൽ ചേഷ്ടാശക്തി ഉണ്ടാക്കി. അവയെ തമ്മിൽ കൂട്ടിച്ചേർത്ത് ഹിരൺമയമായ അണ്ഡത്തെ സൃഷ്ടിച്ചു. 10ാം ശ്ലോകം. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത് സഹസ്രം സമാ നിർഭിന്ദന്ന കൃഥാ ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം സാഹസ്രൈകരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ നിർഭാദോസി മരുത്പുരാധിപ സമാം ത്രായസ്വ സർവാമയാത്. ആ അണ്ഡമാകട്ടെ ആദ്യം സൃഷ്ടമായ കാരണജലത്തിൽ സ്ഥിതി ചെയ്തു. അനന്തരം അങ്ങ് അണ്ഡത്തെ വിഭജിച്ച്
14 ലോകങ്ങൾ രൂപം പ്രാപിച്ച വിരാട് എന്നു പേരുള്ള സ്വശരീരം സൃഷ്ടിച്ചു. എണ്ണമറ്റ കൈകളും പാദങ്ങളും മൂർധാവുകളുമുള്ള നിശേഷ ജീവാത്മസ്വരൂപത്തോടെ അവിടുന്ന് ശോഭിച്ചു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് എല്ലാ രോഗപീഠകളിൽ നിന്നും അടിയനെ രക്ഷിക്കണേ. ഹരേ കൃഷ്ണ.